അങ്ങനെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട അയാൾ പോലും പല സീനറീസ് കാണാൻ തുടങ്ങി. ഇവിടെ യൂറോപ്പിലൊക്കെ ഒരു പനി വരുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളെ പോലെ നോർമലായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഹിസ്റ്ററിയിലെ ഏറ്റവും ആദ്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഹാലൂസിനേഷൻ. ഓൾഡ് മെമ്മറീസ് ഒക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന്. LSD, കൊക്കെയിൻ അങ്ങനത്തെ ഒക്കെ രണ്ട് ചെവിയിലും വേറെ വേറെ സൗണ്ട് കേൾക്കുന്നതിനെ കൊണ്ട് ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് എന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. ജീവിതത്തിൽ ഭയങ്കര ട്രോമാറ്റിക് ഇവന്റ് ഉണ്ടായതിനു ശേഷം അത് ഭയങ്കര നമ്മളെ മെന്റലി അലട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അയാളുടെ വിചിത്ര ലോകം. അന്ന് രാത്രി അയാൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എപ്പോഴത്തെയും പോലെ അന്നും അയാൾ തൻ്റെ ഡയറി എഴുതാനിരുന്നു. മുറിയിൽ പേന കടലാസിലൂടെ നീങ്ങുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ നിന്നെന്ന പോലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നത് അയാൾ കേട്ടു. വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ അതൊരു തോന്നലാകുമെന്ന് കരുതി സ്വയം സമാധാനിച്ചു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ വിളി കേട്ടു. ഇത്തവണ അയാൾ ഉറപ്പിച്ചു, ഇത് വെറും തോന്നലല്ല. അയാൾ അത് വ്യക്തമായി കേട്ടതായിരുന്നു. തൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അതേ ശബ്ദം. അവിടെ നിന്നു തുടങ്ങിയതാണ് അയാളുടെ ആ വിചിത്ര ലോകം. ആ ശബ്ദം അയാളോട് സംസാരിക്കാൻ തുടങ്ങി. വരും ദിവസങ്ങളിലും അയാൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും മറ്റുള്ളവരോടൊപ്പം ആയിരുന്നപ്പോഴും ഒക്കെ അയാൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ളവർക്ക് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും അയാൾക്കത് പൂർണ്ണമായ സത്യമായിരുന്നു. ഒരു ദിവസം അയാൾ തൻ്റെ കസേരക്കരികിൽ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നത് കണ്ടു. കണ്ണു തിരുമ്മി നോക്കിയിട്ടും ആ കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒപ്പമുള്ളവർക്ക് ആ കുട്ടിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആ കാഴ്ചകൾ അവിടെയും തീർന്നില്ല. ഒരു നിമിഷം അയാൾ നടുങ്ങിപ്പോയി. തൻ്റെ മുന്നിൽ അയാളെ തന്നെ അയാൾ കണ്ടു. തൻ്റെ ഓരോ ചലനങ്ങളും അനുകരിച്ചുകൊണ്ട് മറ്റൊരു അയാൾ മുന്നിൽ നിൽക്കുന്നു. പതുക്കെ ആ ശബ്ദങ്ങൾ വെറും സംസാരമല്ലാതായി മാറി. ആരോ അയാളോട് ആജ്ഞാപിക്കുന്നത് പോലെ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്യരുത് എന്ന് നിരന്തരം ആ ശബ്ദം അയാളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളും കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങളും കൊണ്ട് അയാളുടെ ലോകം സങ്കീർണമായി. അപ്പോൾ നമുക്ക് ഈ കഥ തൽക്കാലം ഇവിടെ നിർത്താം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഹാലൂസിനേഷനെ കുറിച്ചാണ്. അതായത് ചുറ്റുമുള്ളവർക്ക് കാണാനും കേൾക്കാനും പറ്റാത്തത് ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഐ എം ഡോക്ടർ ഖദീജ, എ ന്യൂറോളജി റെസിഡൻറ്റ് ഡോക്ടർ ഇൻ ജർമ്മനി. കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഞാൻ ഇല്യൂഷനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള ഇല്യൂഷൻ്റെ ന്യൂറോ സയൻസും എപ്പോഴാണ് ഇല്യൂഷൻ ഒരു സിംറ്റമായിട്ട് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിനെ നമ്മുടെ ബ്രെയിൻ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന ഒരു സംഭവത്തെ മറ്റൊന്നായിട്ട് കാണുകയോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് അതൊരു വേറെ രീതിയിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അത് ഇല്യൂഷനായി മാറുന്നത്. എന്നാൽ കാണുകയോ കേൾക്കുകയോ ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനിലും നമ്മുടെ ബ്രെയിൻ ഉള്ളിൽ നിന്ന് നമുക്ക് കണ്ടതായിട്ടും കേട്ടതായിട്ടും ഒക്കെ പെർസീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇത് കാഴ്ചയിലോ കേൾവിയിലോ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. കാഴ്ച, കേൾവി, ടച്ച്, സ്മെല്ല്, ടേസ്റ്റ് ഇതെല്ലാം ഇതിൽ പെടും. ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെങ്കിൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് മിക്കപ്പോഴും ഒരു അസുഖത്തിൻ്റെ സിംറ്റമായിട്ടോ സൈക്കോസിസിൻ്റെ സിംറ്റമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ട് ഉറക്കക്കുറവുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി ഹാലൂസിനേഷൻ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഹാലൂസിനേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും അത് സ്വയം ചികിത്സിച്ച് മാറ്റാനൊന്നും ശ്രമിക്കരുത്. നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെയോ പോയി കണ്ടിട്ട് അതിന് കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ ചികിത്സിക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ ഹാലൂസിനേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ വിഷ്വൽ, ഓഡിറ്ററി, ടാക്റ്റൈൽ, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി. അതുകൂടാതെ ഓരോ ടൈപ്പ് ഹാലൂസിനേഷൻസും ഏത് സൈക്കാട്രിക് ഡിസോർഡറിലാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ന്യൂറോളജിക്കൽ കണ്ടീഷനിലാണ് കണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിക്കും. ഫോർ എക്സാമ്പിൾ ചിത്തഭ്രമം അഥവാ സ്കിസോഫ്രീനി, ഇതിലാണ് യൂഷ്വലി ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്നത്. അതുകൂടാതെ തന്നെ ചാൾസ് ബോണസ് സിൻഡ്രോത്തിനെ കുറിച്ച് സംസാരിക്കും. ഗലിവർ ലില്ലിപുട്ടിൽ കണ്ട പോലത്തെ മിനിയേച്ചർ ആയിട്ടുള്ള ആളുകൾ, മിനിയേച്ചർ ആയിട്ടുള്ള വീടുകൾ, കാര്യങ്ങളൊക്കെ റിയൽ ആയിട്ട് കാണുന്ന ടൈപ്പ് ഹാലൂസിനേഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഹാലൂസിനേഷൻ്റെ പിന്നിലുള്ള ന്യൂറോ സയൻസും എന്തുകൊണ്ടാണ് ഹാലൂസിനേഷൻസ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. കൂടാതെ നിങ്ങളിൽ ആരെങ്കിലും ഹാലൂസിനേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും, ഇനി നിങ്ങളുടെ അടുത്തോട്ട് ആരെങ്കിലും ഹാലൂസിനേഷൻ എന്ന് പറയുന്ന സിംറ്റമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഹാലൂസിനേഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് ഇത് പല കഥകൾ പോലെയും അതുപോലെ തോന്നൽ പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഹാലൂസിനേഷൻ എന്നുള്ളത് ശരിക്കും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇത് അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഹാലൂസിനേഷൻ മിക്കവാറും രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് വരുന്നതാകാം, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ഒക്കെ കാരണം വരുന്നതാകാം.
മെയിനായിട്ട് ഈ രോഗങ്ങളെ 4 രീതിക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് സൈക്കാട്രിക് കണ്ടീഷൻ, സെക്കൻഡ് വൺ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, തേർഡ് മെഡിക്കൽ ഓർ ക്ലിനിക്കൽ കണ്ടീഷൻസ്, ഫോർത്ത് സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ വിത്ഡ്രോവൽ സിൻഡ്രോം. അപ്പോൾ സൈക്കാട്രിക് ഡിസീസസും ന്യൂറോളജിക്കൽ ഡിസീസും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂറോളജിക്കൽ ഡിസീസസിൽ നമുക്ക് ബ്രെയിനിൽ ഭയങ്കര ചേഞ്ചസ് കാണാൻ പറ്റും. അതായത് ട്യൂമർ, അല്ലെങ്കിൽ ബ്രെയിൻ ചുരുങ്ങുക, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവുക, അല്ലെങ്കിൽ ബ്ലീഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ കാണാൻ പറ്റും. എന്നാൽ സൈക്കാട്രിക് ഡിസോർഡേഴ്സിൽ യൂഷ്വലി ഇങ്ങനെ നമുക്ക് ബ്രെയിനിൽ ചേഞ്ചസ് കാണാൻ പറ്റത്തില്ല. അത് ബ്രെയിനിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ വേറെ ഭാഗത്ത് ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ കിഡ്നി ലിവർ പോലത്തെ അവയവങ്ങളിൽ എന്തെങ്കിലും അസുഖം വരിക, അതുവഴി എൻസെഫലോപ്പതി, അതുവഴി ബ്രെയിനിൽ ചേഞ്ചസ് വരുമ്പോഴൊക്കെ ഹാലൂസിനേഷൻസ് കണ്ടേക്കാം. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ICUവിലൊക്കെ ഒരുപാട് ദിവസമൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്കൊക്കെ രോഗികളിൽ ഹാലൂസിനേഷൻസ് കണ്ടുവരാണ്. അതിൻ്റെ പേരാണ് ഡെലീരിയം എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ആണ്. അതായത് LSD, കൊക്കെയിൻ അങ്ങനത്തെ പോലത്തെയുള്ള മയക്കുമരുന്നുകൾ യൂസ് ചെയ്യുന്നവരിൽ ഹാലൂസിനേഷൻസ് കണ്ടുവരാറുണ്ട്. കൂടാതെ ആൽക്കഹോൾ അബ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ വിത്ഡ്രോവൽ സിംറ്റമായിട്ട്, അത് നിർത്തുമ്പോഴുള്ള ഒരു സിംറ്റമായിട്ട് ഹാലൂസിനേഷൻസ് കണ്ടേക്കാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാലൂസിനേഷൻസിനെ കുറിച്ചാണ്. അതായത് കേൾവി, കാഴ്ച, അതുപോലെ തന്നെ ടച്ച്, ദെൻ മണം, സ്മെൽ അല്ലെങ്കിൽ ടേസ്റ്റ്, ഇതിലൊക്കെ നമുക്ക് ഹാലൂസിനേഷൻസ് ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ആദ്യത്തേതും ഭയങ്കര കോമൺ ആയിട്ടുള്ള ഹാലൂസിനേഷനാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ അഥവാ കേൾവി കൊണ്ടുള്ള ഹാലൂസിനേഷൻ. അതായത് ഒരു സൗണ്ടും പുറത്തുനിന്ന് ഇല്ലെങ്കിൽ പോലും ചിലരിൽ അവർക്ക് സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നാം. അത് ചിലപ്പോൾ എന്തെങ്കിലും മ്യൂസിക് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും അവരോട് കമാൻഡ് ചെയ്യുന്ന പോലെ ഇത് ചെയ്യ്, അത് ചെയ്യരുത്, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒക്കെ ആളുകൾ കേൾക്കാറുണ്ട്. പോരാത്തതിന് ചിലർ വേറെ ഉള്ളവർ തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ പോലെയൊക്കെ കേട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് ചില പേടിപ്പിക്കുന്ന സൗണ്ടുകൾ കേൾക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പൊളിക്കുന്ന സൗണ്ട്, അങ്ങനത്തെ ഒക്കെ കേൾക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര മെലഡി പോലത്തെ നല്ല ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ടുള്ള മ്യൂസിക്, ഇങ്ങനെയൊക്കെ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ അവരെന്താണ് കേൾക്കുന്നത് എന്നതിനനുസരിച്ച് അവരുടെ മൂഡിൽ, അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഞാനിവിടെ ജർമ്മനിയിലെ ന്യൂറോളജി വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തൊരു രോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഒരു ചെവിയിൽ മ്യൂസിക്കും മറ്റു ചെവിയിൽ എന്തൊക്കെ ഒരു പരപര പോലത്തെ ഒരു സൗണ്ടും ആണ് കേൾക്കുന്നത് എന്ന്. അത് ഇനീഷ്യലി മ്യൂസിക്, മെലഡി പോലത്തെ മ്യൂസിക് കേട്ട സമയത്ത് അവർക്കത് ഭയങ്കര ഒരു കംഫർട്ടിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ചെവിയിലും വേറെ വേറെ സൗണ്ട് കേൾക്കുന്നതിനെ കൊണ്ട് ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് എന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഏറ്റവും കൂടുതലായിട്ട് ഓഡിറ്ററി ഹാലൂസിനേഷൻ കണ്ടുവരുന്ന ഒരു അസുഖമാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിത്തഭ്രമം എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഓഡിറ്ററി ഹാലൂസിനേഷൻസ് കേൾക്കുന്ന ആളുകൾ ആദ്യം അത് വല്ലാതെ മെയിൻറ്റ് ചെയ്യത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ റിയാലിറ്റിയാണ് ഈ സംഭവം അല്ലേ, ഇവർ കേൾക്കുന്നത് അത്രയും റിയലാണ് അവർക്ക്. അപ്പോൾ ഇവരോട് എന്താണ് കമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളോട് അയാളുടെ ഈ സൗണ്ട്, ഈ ഹാലൂസിനേഷൻ വഴി അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യോ അത് ചെയ്യോ, അതായത് ഇപ്പോൾ ഈ ഒരു സംഭവം എടുക്കൂ, ഇനി അങ്ങോട്ടേക്ക് പോകും, അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോകും. അല്ലെങ്കിൽ അവരോട് പറയും നിങ്ങൾ ഈ കാറിൻ്റെ മുന്നിലോട്ട് ചാടും, അപ്പോൾ അവർ കാറിൻ്റെ മുന്നിലോട്ട് ചിലപ്പോൾ ചാടിയേക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരുമ്പോൾ മറ്റുള്ളവർ, ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ വിചാരിക്കും ഇയാൾ എന്തായി ചെയ്യുന്നത്. കാരണം മറ്റുള്ളവർക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഇയാൾ റിയൽ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാൾ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അയാളുടെയും അയാളുടെ കൂടെ ജീവിക്കുന്നവരുടെയും ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് മാറും. യാഥാർത്ഥ്യം ഏത്, യാഥാർത്ഥ്യമല്ലാത്തത് ഏത് എന്ന് തിരിച്ചറിയാത്തൊരവസ്ഥ അയാളിൽ വരികയും അതാണ് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ചിത്തഭ്രമം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇതുപോലത്തെ ഒരു അസുഖമാണ് സ്കിസോ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതിൽ ഈ സ്കിസോഫ്രീനിയയിൽ കണ്ടുവരുന്ന സിംറ്റംസ് പ്ലസ് മൂഡ് ചേഞ്ചസ്, അതായത് ഡിപ്രഷൻ, മാനിയ, ഇതൊക്കെ കൂടെ ഉണ്ടാവും. അതായത് ചില സമയത്ത് അവർക്ക് ഭയങ്കര എലിവേറ്റഡ് മൂഡായിരിക്കും, അതായത് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അതാണ് മാനിയാക്ക് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയ ഒരു ആവേശമൊന്നും ഇല്ലാതെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പ്ലസ് കൂടാതെ ഈ സിംറ്റംസ് ഒക്കെ, ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് അവർക്ക് ഉണ്ടാകും. ചിലരിൽ ഡെലൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഡെലൂഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഇനി വേറൊരു കണ്ടീഷനാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഡിപ്രഷൻ്റെയും മാനിയയുടെയും എപ്പിസോഡ്സ് ഇങ്ങനെ മാറി വരുന്ന ഒരു കണ്ടീഷനാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ അവർ ഭയങ്കര ലോ മൂഡിലായിരിക്കും, ഭയങ്കര തളർന്ന് ഇരിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ അവർ ഭയങ്കര ഹൈപ്പർ എലവേറ്റഡ് ആയിട്ടുള്ള മൂഡുള്ള ആളുകളായിട്ടായിരിക്കും ഉണ്ടാവുക. പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക, ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും ഈ മൂഡിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഭയങ്കര ട്രോമാറ്റിക് ഇവൻറ്റ് ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ ആരെയും മരിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും അസുഖം വരിക, അല്ലെങ്കിൽ നമ്മൾ കാരണം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻ വന്നതിന് ശേഷം അത് ഭയങ്കര നമ്മളെ മെൻ്റലി അലട്ടുന്ന ഒരു സിറ്റുവേഷനാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ യൂഷ്വലി ആ ട്രോമാറ്റിക് സിറ്റുവേഷനെ കുറിച്ചുള്ള ഹാലൂസിനേഷൻസ് അവർക്ക് ഉണ്ടായേക്കാം.
അന്നത്തെ ആ സംഭവങ്ങളൊക്കെ വീണ്ടും വീണ്ടും അവരുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്ന പോലെയൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തേക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 4 കണ്ടീഷൻസും സൈക്കാട്രിക് ഡിസോർഡേഴ്സിൽ യൂഷ്വലി ഓഡിറ്ററി ഹാലൂസിനേഷൻസ് കണ്ടുവരുന്ന ഡിസോർഡേഴ്സാണ്. ഇനി നമുക്ക് കുറച്ച് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് നോക്കാം. ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ വരുന്നത്. അതിൽ പെട്ടതാണ് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഓഡിറ്ററി കോർട്ടക്സ് ഇരിക്കുന്നത് ടെമ്പറൽ ലോബിലാണ്. അവിടെ വരുന്ന അപസ്മാരം അല്ലെങ്കിൽ അവിടുത്തെ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം വരുന്നതാണ് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിലുള്ള ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപസ്മാരം എന്ന് പറയുന്നത് ഇങ്ങനെ ശരീരം മൊത്തം ഇങ്ങനെ ഇടിക്കണ ഒരു സംഭവമല്ലേന്ന്. അങ്ങനെയല്ല, ചില അപസ്മാരങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവില്ല. അത് ആക്ച്വലി ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ, അതായത് അവർ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് കേൾക്കുന്നവർക്ക് എപ്പോഴും ഡെജാവു പോലത്തെ സംഭവങ്ങൾ ഫീൽ ചെയ്യുന്നു. അവർ എപ്പോഴും ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിരിക്കാം ചിലപ്പോൾ. അതുപോലെ തന്നെ ഓഡിറ്ററി കോർട്ടക്സിൽ വരുന്ന പ്രശ്നം കാരണം ചിലപ്പോൾ ചിലർക്ക് മ്യൂസിക്കൽ ഹാലൂസിനേഷൻസ് കേട്ടേക്കാം. അപ്പോൾ കൂടുതലും കേൾവിശക്തി പോകുമ്പോഴാണ് ഈ മ്യൂസിക്കൽ ഹാലൂസിനേഷൻസ് കണ്ടുവരുന്നത്. പക്ഷേ ഇവർക്കറിയാം ഇവർ കേൾക്കുന്നത് ആക്ച്വലി ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഇതില്ലാത്തൊരു സൗണ്ടാണെന്നുള്ള ഇൻസൈറ്റ് ഇവരിൽ ഉണ്ടാവും. പക്ഷേ സൈക്കാട്രിക് ഡിസോർഡറിലുള്ളവർക്ക് മിക്കവാറും മനസ്സിലാവില്ല അവർ ഈ കേൾക്കുന്നത് ഹാലൂസിനേഷൻ ആണ് എന്നുള്ളത്. അതാണ് ഈ ന്യൂറോളജിക്കലും സൈക്കാട്രിക് ഡിസോർഡേഴ്സിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വിഷ്വൽ ഹാലൂസിനേഷനെ കുറിച്ചാണ്. വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത സംഭവങ്ങൾ നമ്മൾ കാണുക എന്നുള്ളതാണ്. അതായത് രൂപങ്ങൾ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പ് കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അവർ ഈ സ്പൈഡറിൻ്റെ വെബൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കടൽ തീരത്ത് പോയപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേവ്സ് പോലത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ എയറിൽ കാണുക. അതുകൂടാതെ അനിമൽസിനെ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളെ കാണുക, അല്ലെങ്കിൽ ഓരോരോ ലാൻഡ്സ്കേപ്സ് കാണുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ ഓരോരോ രൂപങ്ങളും സംഭവങ്ങളൊക്കെ കാണുന്നതാണ് വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി റിയലി ഉള്ള ഒരു സംഭവമാണ്. ഇതൊരു കഥയോ കെട്ടുകഥയോ ഒന്നുമല്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന രോഗികളുണ്ട്. വിഷ്വൽ ഹാലൂസിനേഷൻസും അധികവും ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും മെഡിക്കൽ കണ്ടീഷൻസിലുമാണ് കണ്ടുവരുന്നത്. വിഷ്വൽ ഹാലൂസിനേഷൻസ് കണ്ടുവരുന്ന ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ചാൾസ് ബൊണ്ണെ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് കാഴ്ചക്ക് പ്രശ്നമുള്ളവർ, അവർക്ക് അവരുടെ ബ്രെയിനിൽ വിഷ്വൽ കോർട്ടക്സ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവുകയും അവരിങ്ങനെ പല പല രൂപങ്ങളും പല പല മനുഷ്യരെ കാണുക, അതുപോലെ തന്നെ പല പല കളറുകൾ കാണുക, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ് ചാൾസ് ബൊണ്ണെ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ആക്ച്വലി കണ്ണിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലിൽ രക്തം കട്ട പിടിച്ചതായിരുന്നു അവർക്ക്. ഒരു തരം ഒരു ചെറിയ സ്ട്രോക്ക് ആയിരുന്നു അവർക്ക് വന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാഴ്ച പോവുകയും അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവർ ഒരുപാട് രൂപങ്ങൾ കാണുന്നുണ്ട്, ലൈക്ക് സ്പൈഡർ വെബ് കാണുന്നുണ്ട്. ഇനി ബാത്റൂമിലൊക്കെ ടൈൽസിൽ അവർ പല രൂപങ്ങൾ കാണുന്നുണ്ട്, നല്ല പാറ്റേൺസ് പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അവർ പല പല സീനറീസ് കണ്ടു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കാഴ്ച പോയതുകൊണ്ട് വന്ന ചാൾസ് ബൊണ്ണെ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ആരാണ് ഈ ചാൾസ് ബൊണ്ണെ എന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ചാൾസ് ബൊണ്ണെ എന്ന് പറയുന്നത് ഒരു 18th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു സ്വിസ് നാച്ചുറലിസ്റ്റാണ്. അവരുടെ ഗ്രാൻഡ് ഫാദറിന് ഒരു കാറ്ററാക്ട് സർജറി അല്ലെങ്കിൽ തിമിരത്തിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം കാഴ്ച ലോസ് ആവുകയും കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷവും അവർ പല പല രൂപങ്ങൾ റൂമിലും റോഡിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ള സംഭവങ്ങൾ ചാൾസ് ബൊണ്ണേനോട് പറയുകയും ചാൾസ് ബൊണ്ണെ അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഹിസ്റ്ററിയിലെ ഏറ്റവും ആദ്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചരിത്രവും ഈ കഥയൊക്കെ ഞാൻ എൻ്റെ രോഗിക്ക് പറഞ്ഞു കൊടുത്തു. ഈ ചാൾസ് ബൊണ്ണെ സിൻഡ്രോത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അവർ കാണുന്നതൊന്നും റിയൽ അല്ല എന്നുള്ള സത്യം അവർക്ക് അറിയാം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കാഴ്ച തിരിച്ചു വന്നു. അപ്പോൾ താനെ ഈ സിംറ്റംസ് എല്ലാം മാറി. ഈ ഹാലൂസിനേഷൻസ് ഒക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ നിന്ന് റിക്കവറായി. അതുപോലെ വിഷ്വൽ ഹാലൂസിനേഷൻസ് കാണുന്ന കണ്ടീഷൻസ് ആണ് പാർക്കിൻസൺ സിൻഡ്രോം എന്നാണ്. പാർക്കിൻസൺ അസുഖത്തിൽ നമ്മുടെ ബേസൽ ഗാംഗ്ലിയൻ അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ഒരു ബേസൽ ഗാംഗ്ലിയൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നെർവുകൾ നശിച്ചു പോവുകയും അതുവഴി മൂവ്മെൻറ്റിൻ്റെ കോർഡിനേഷൻ, മൂവ്മെൻറ്റ് അതെല്ലാം താറുമാറാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ വിഷ്വൽ ഹാലൂസിനേഷൻസ് കണ്ടുവരാം. വേറൊരു കണ്ടീഷനാണ് ലെവി ബോഡി ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ലെവി ബോഡി ഡിമെൻഷ്യ എന്ന് പറയുന്നത് ലെവി ബോഡി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻസ് നമ്മുടെ നെർവ്സിലെല്ലാം അക്യുമുലേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കെട്ടിക്കിടക്കുകയും അതുവഴി ആ നെർവ്സ് എന്ത് ചെയ്യാം നശിച്ചു പോവുകയും ചെയ്യുമ്പോഴാണ് ലെവി ബോഡി ഡിമെൻഷ്യ ഉണ്ടാകുന്നത്. അതുവഴി ഓർമ്മശക്തി അതുപോലെ തന്നെ കോഗ്നിറ്റീവ് കാര്യങ്ങളൊക്കെ നശിക്കുകയും കൂടെ അവർ വിഷ്വൽ ഹാലൂസിനേഷൻസ് അവർ കാണുകയും ചെയ്യും. പിന്നെ വളരെ കോമൺ ആയിട്ട് വിഷ്വൽ ഹാലൂസിനേഷൻസ് കാണുന്ന ഒരു സിറ്റുവേഷനാണ് ഡെലീരിയം എന്ന് പറയുന്നത്. ഡെലീരിയം എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ICUലൊക്കെ ഒരു അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും എക്സ്ട്രീം സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം വരുന്ന പെട്ടെന്ന് തന്നെ അക്യൂട്ടായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഡെലീരിയം എന്ന് പറയുന്നത്. അതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് വിഷ്വൽ ഹാലൂസിനേഷൻ. ഇനി വളരെയധികം കോമൺ ആയിട്ട് വിഷ്വൽ ഹാലൂസിനേഷൻസ് കാണുന്ന ഒരു കണ്ടീഷനാണ് മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും. മൈഗ്രെയിൻ്റെ തലവേദന വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓറ ഉള്ള സമയത്ത് അവർ ഫ്ലാഷ് ലൈറ്റ്സ് കാണാം, അല്ലെങ്കിൽ സ്പോട്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ജോമെട്രിക് പാറ്റേൺസ് ഇങ്ങനത്തെ ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിൽ വിഷ്വൽ ഹാലൂസിനേഷൻ തന്നെ നമ്മൾ മിനിയേച്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ കാണും. അതായത് യൂഷ്വൽ ആയിട്ടുള്ളതിൻ്റെ സൈസിൻ്റെ ഭയങ്കര മിനിയേച്ചർ ഫോമിനെ
കാണുന്ന ടൈപ്പ് ഹാലൂസിനേഷനെ നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാം. അതാണ് ലില്ലിപ്യൂഷൻ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഗള്ളിവർ ട്രാവൽസ് എന്നുള്ള ഫിക്ഷണൽ ബുക്കിൽ പറയുന്നുണ്ടല്ലോ, ഗള്ളിവർ ലില്ലിപുട്ടിലെത്തിയ സമയത്ത് അവിടെ ഇങ്ങനെ മിനിയേച്ചർ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള വീടുകൾ, കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലത്തെ ടൈപ്പ് ഹാലൂസിനേഷനെയാണ് ലില്ലിപ്യൂഷൻ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇത് മിനിയേച്ചർ ആയിട്ട് മാത്രം കാണുന്ന ടൈപ്പ് ഒരു ഹാലൂസിനേഷൻ അല്ല. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല പല ഡിസീസ് കണ്ടീഷൻസിൽ, വിഷ്വൽ ഹാലൂസിനേഷൻ കാണുന്ന കണ്ടീഷൻസിൽ കാണുന്ന മിനിയേച്ചർ ഫോം കാണുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ലില്ലിപ്യൂഷൻ ഹാലൂസിനേഷൻ എന്ന് പറയാം. അടുത്തതായിട്ടുള്ള ഒരു ഹാലൂസിനേഷനാണ് ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ടച്ച് സംബന്ധമായിട്ടുള്ള ഹാലൂസിനേഷൻ. അതായത് യൂഷ്വലി ആളുകൾക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ ഇൻസെക്ട്സ്, പുഴു അല്ലെങ്കിൽ വണ്ട്, ഇതൊക്കെ എന്താ ശരീരത്തിന് മുകളിലൂടെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ക്രോൾ ചെയ്ത് പോകുന്നൊക്കെ ഫീല്, അല്ലെങ്കിൽ ടിംഗ്ലിംഗ് സെൻസേഷൻ ഇവരിൽ കണ്ടേക്കാം. ടാക്ടൈൽ ഹാലൂസിനേഷൻ കണ്ടുവരുന്നത് യൂഷ്വലി ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവരിലാണ്. അതായത് LSD, കൊക്കെയിൻ ഇങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നവരിലാണ് ഇത് യൂഷ്വലി കാണുന്നത്. അതുകൂടാതെ ആൽക്കഹോൾ അബ്യൂസ് ചെയ്തിട്ട് ഒരുപാട് ആൽക്കഹോൾ കുടിച്ചതിന് ശേഷം പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വിത്ഡ്രോവൽ സിംറ്റം ആയിട്ടും ഇത് കണ്ടേക്കാം. അത് ഡെലീരിയം ട്രെമൻസ് എന്നാണ് ഈ കണ്ടീഷന് പറയുന്നത്. അതിൽ ഈ സിറ്റുവേഷൻ വന്നേക്കാം. അതുപോലെ തന്നെ മറ്റ് കണ്ടീഷൻസിലും ടാക്ടൈൽ ഹാലൂസിനേഷൻ വരാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇനി ഗസ്റ്റേറ്ററിയും ഓൾഫാക്ടറിയും ഹാലൂസിനേഷൻ ഭയങ്കര റെയറാണ്. അതായത് മണം കൊണ്ടുള്ള ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ടേസ്റ്റ് കൊണ്ടുള്ള ഹാലൂസിനേഷൻ, ഇത് രണ്ടും ഭയങ്കര റെയറായിട്ട് കണ്ടുവരുന്ന സിറ്റുവേഷനാണ്. ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ നാവിലെ മെറ്റലിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര പുളിയുള്ളത്, അതുകൂടാതെ മിൻറ്റ്, അങ്ങനത്തെ പല പല ടേസ്റ്റുകൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അത് യൂഷ്വലി കണ്ടുവരുന്നത് എന്തെങ്കിലും മെഡിക്കേഷൻസിൻ്റെ ഒക്കെ സൈഡ് ഇഫക്റ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം വരുന്നതിന് മുൻപ് ഇങ്ങനെയൊക്കെ ഒരു ഫീല് വരാം. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണം കൊണ്ടുള്ള ഹാലൂസിനേഷൻ. അതായത് യൂഷ്വലി ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തോ റബ്ബറൊക്കെ ബേൺ ചെയ്യുന്ന പോലത്തെ ഒരു മണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസിൻ്റെ മണം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ യൂഷ്വലി കൂടെ നിൽക്കുന്നവർക്ക് അത് അനുഭവപ്പെടുന്നതും ഉണ്ടാവില്ല. ഇതും യൂഷ്വലി പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നീ കണ്ടീഷൻസിലൊക്കെ കണ്ടുവരുന്ന ഹാലൂസിനേഷനാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് പല അസുഖങ്ങളുടെയും ഒരു സിംറ്റമാണ്. അത് ഒന്നെങ്കിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആകാം, അല്ലെങ്കിൽ സൈക്കാട്രിക് ഡിസീസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിനിക്കൽ കണ്ടീഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടാകാം, അല്ലേ? അപ്പോൾ ഇത് ഏത് കണ്ടീഷൻ കൊണ്ടാണ് നിങ്ങൾ ഇത് അനുഭവിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്വയം ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയോ കണ്ടിട്ട് ഈ കാര്യം പറയുകയും അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുകയും ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില അസുഖങ്ങളുടെ തുടക്കത്തിലുള്ള ഒരു സിംറ്റം മാത്രമായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ട തക്കതായ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നിട്ട് പറയാണ്, എനിക്ക് ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഞാൻ ഇന്ന സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ കളിയാക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ പറയുന്നത് ചിലപ്പോൾ മണ്ടത്തരായിട്ടോ അല്ലെങ്കിൽ പൊട്ടത്തരായിട്ടോ ഒക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അവരൊരിക്കലും നിങ്ങൾ കളിയാക്കരുത്. ഇങ്ങനൊരു സിറ്റുവേഷൻ അത് റിയാലിറ്റി ആണ്. ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ആക്ച്വലി ഒരു കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അതുവഴി അവർ റെഫർ ചെയ്യും ആരുടെ അടുത്തോട്ടാണ് ഇനി പോവേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണിക്കുന്ന ജനറൽ പ്രാക്ടീഷണർ ചിലപ്പോൾ നിങ്ങളെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തുനിന്നൊക്കെ ആയിരിക്കും പറഞ്ഞു വിടുക. പക്ഷേ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു മടിയും കാണിക്കരുത്. നമുക്ക് എന്ത് അസുഖം വരുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ഹൃദയത്തിൽ അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നാൽ, വയറുവേദന വന്നാൽ, തലവേദന വന്നാലൊക്കെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സിംറ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊരു മടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമുക്ക് സോഷ്യൽ സ്റ്റിഗ്മയാണ്. ആൾക്കാരെന്ത് പറയും, ഇവരെന്ത് പറയും, ഓന് വട്ടായി, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സമൂഹത്തിലാകുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണല്ലേ ഡോക്ടേഴ്സിനെ പോയി കാണിക്കാനായിട്ട്. പക്ഷേ നിങ്ങളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിത് തുടക്കത്തിലേ കാണിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല കൺട്രോളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ല, ഇത് നിങ്ങളെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടല്ല വരാം. ഇത് നിങ്ങളെയും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെയും ഇത് എഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവത്തെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ട് അതിന് വേണ്ട ചികിത്സ നേടുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. ഇവിടെ യൂറോപ്പിലൊക്കെ ഒരു പനി വരുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളെ പോലെ നോർമലായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ സൈക്കാട്രിക് ഡിസീസസും അതിലുള്ള സിംറ്റംസും ഒക്കെ. അപ്പോൾ അവർ യൂഷ്വലി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഓപ്പണായിട്ട് പറയാൻ അവർക്കൊരു മടിയില്ല. അവർ മൈൻഡും അതുപോലെ തന്നെ ഈ സൈക്കോസും ഒക്കെ അതെല്ലാം ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്ന കൾച്ചറാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഹാലൂസിനേഷന് ഒരുപാട് ന്യൂറോ സയൻസ് തിയറീസ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഹാലൂസിനേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ തിയറിയാണ് കൊറോളറി ഡിസ്ചാർജ് തിയറി എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു നോർമൽ മനുഷ്യന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിന് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇത് നമ്മൾ തന്നെ പറയാൻ പോകുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഇത് നമ്മുടെ തോട്ടാണ് എന്നുള്ളൊരു സംഭവം നമ്മുടെ
ടെമ്പറൽ ലോബ്, അതായത് നമ്മൾ ഓഡിറ്ററി കോർട്ടക്സിലോട്ട് സെൻഡ് ആവുകയും അപ്പോൾ നമുക്ക് ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റും ഇത് നമ്മൾ തന്നെ പറയുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഹാലൂസിനേഷൻ അനുഭവിക്കുന്ന ആളുകളിൽ ഈ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള മിസ്മാച്ച് കാരണം ചിലപ്പോൾ ഈ സിഗ്നൽ സെൻഡ് ആവാതിരിക്കുകയും അവർ സംസാരിക്കുന്നത് അവർ തന്നെ കേൾക്കുമ്പോൾ അവരോട് വേറൊരാൾ വന്ന് സംസാരിക്കുന്നത് പോലെ എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അതും ഓഡിറ്ററി ഹാലൂസിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യാം. അടുത്തൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് പ്രെഡിക്റ്റീവ് കോഡിംഗ് തിയറി എന്ന് പറയുന്നത്. അതായത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പെക്റ്റേഷനും പ്ലസ് നമുക്ക് കിട്ടുന്ന സെൻസറി ഇൻപുട്ടുകൾ, അല്ലെ, നമ്മളെന്താണ് കാണുന്നത്, നമ്മളെന്താണ് ടച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് ആണ് നമ്മുടെ പെർസെപ്ഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാലൂസിനേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നവരിൽ ഈ പ്രയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള സംഭവം ഭയങ്കര ഡോമിനൻ്റ് ആവുകയും അത് സെൻസറി ഇൻപുട്ടുകളിലൊക്കെ മറികടന്ന് ഉള്ളിൽ നിന്ന് തന്നെ ഒരു പെർസെപ്ഷനായിട്ട് പുറത്തോട്ട് വരികയും ചെയ്യുന്നതാണ്. അതിന് ചിലപ്പോൾ പുറത്തുനിന്നൊരു സെൻസറി ഇൻപുട്ട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബ്രെയിനിൽ അത് ഉണ്ടാക്കപ്പെടും. അപ്പോൾ ചിലരൊക്കെ ഓൾഡ് മെമ്മറീസൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കാരണമായിട്ട് ഈ തിയറിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഹാലൂസിനേഷനിൽ കാണുന്നതെല്ലാം നമുക്ക് മുൻപുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്ന്. അല്ല, ചിലരിൽ ഇതെല്ലാം പുതിയതായിരിക്കാം. അതായത് ഇതുവരെ അവർ കാണാത്തതും കേൾക്കാത്തതും ആയിട്ടുള്ള മ്യൂസിക്, കാണുന്ന കാര്യങ്ങളൊക്കെ പുതുതായിരിക്കാം. അത് മിക്കവാറും അവരുടെ പ്രയർ എക്സ്പീരിയൻസസിൻ്റെ മിക്സ്ഡ് കോമ്പിനേഷൻ ആയേക്കാം. അപ്പോൾ ഞാൻ ഇല്യൂഷനെ കുറിച്ച് സംസാരിച്ചു, ഹാലൂസിനേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഡെല്യൂഷനെ കുറിച്ചാണ്. ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഫാൾസ് ബിലീഫാണ്. അപ്പോൾ അതിനെ തന്നെ പല പല ടൈപ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ചീയേഴ്സ്.